4 കൊല്ലം മുമ്പ് മോദി സർക്കാർ നൽകിയൊരു ഗ്യാരണ്ടി ഉണ്ട് കേരളത്തിന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നൽകുമെന്നുള്ളത്. ഇന്ത്യൻ പാർലമെന്റിൽ ഉറപ്പായിട്ട് നൽകിയിട്ടുള്ള അഷൂറൻസ് ആയിരുന്നു അത്. കേരളത്തിന് ഈ 14 കൊല്ലമായിട്ടും നിരവധി എയിംസുകൾ അനുവദിച്ചിട്ട് കേരളത്തെ പൂർണ്ണമായും തഴഞ്ഞ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് കാലത്ത് വന്ന് ഗ്യാരണ്ടി പറയുന്നതിന് എന്ത് വിശ്വാസ്യതയാണുള്ളത്? ശുദ്ധ തട്ടിപ്പല്ലേ. അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും ചെയ്തുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ സ്വൈര്യമായി സ്വസ്ഥമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ വിഭജിപ്പിച്ച് രാജ്യത്ത് സ്പർദ്ധ വളർത്താനുള്ള രാഷ്ട്രീയമാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇന്നലെയും അദ്ദേഹം നടത്തിയത്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം മറുപടി പറയേണ്ട കാര്യം, BJP മറുപടി പറയേണ്ട കാര്യം, എന്തിനു വേണ്ടിയിട്ടായിരുന്നു, ആരെ ഉദ്ദേശിച്ചിട്ടാണ് ഇപ്പോൾ FCRA ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് ഭേദഗതി ചെയ്യാനുള്ള നയവുമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് വന്നത്? വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ല് ഒരു ഡെമോക്രസിന്റെ വാള് പോലെ ന്യൂനപക്ഷ സമൂഹത്തിന്റെ മേലെ പതിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ അടക്കം ക്രൈസ്തവ സഭകളെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാനുള്ള ഒരു ഗൂഢശ്രമമാണ്, നടക്കാൻ പോകാത്ത ശ്രമമാണ് അവർ നടത്തിയിരിക്കുന്നത്. സന്നദ്ധ സേവകരെ ആകെ വരിഞ്ഞു മുറക്കുന്ന വ്യവസ്ഥകളാണ് ആ ബില്ലിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലും ആസാമിലും പോണ്ടിച്ചേരിയിലും തമിഴ്നാട്ടിലുമൊക്കെ ഇലക്ഷൻ ഉണ്ടായതുകൊണ്ട് MPമാര് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി നിൽക്കുമ്പോൾ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഈ ബില്ലങ്ങ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്തത് പാർലമെന്റിൽ. ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് തന്നെ കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരി ഈ ബില്ലിലെ ഗൌരവതരമായിട്ടുള്ള വകുപ്പുകൾ എടുത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് ഭരണഘടനയ്ക്കെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായിട്ടുള്ള തടസ്സവാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ആ തടസ്സവാദങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ ഇന്ത്യയിലെയും നൂറുകണക്കിന് സന്നദ്ധ സ്ഥാപനങ്ങൾ, അത് സഭകൾ നടത്തുന്നതായാലും മറ്റു ന്യൂനപക്ഷ പ്രസ്ഥാനങ്ങൾ നടത്തുന്നതായാലും മറ്റു സന്നദ്ധ സംഘടനകൾ നടത്തുന്നതായാലും ഫോറിൻ കോൺട്രിബ്യൂഷൻ സ്വീകരിക്കുന്ന ചെറിയ തോതിലെങ്കിലും സ്വീകരിച്ചാൽ അത്തരം സ്ഥാപനങ്ങളെ ഏത് സമയത്ത് വേണമെങ്കിലും അവരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യാനും അത് ഏറ്റെടുക്കാനും ഒക്കെ അധികാരം നൽകുന്ന, കേന്ദ്ര സർക്കാരിന് പൂർണ്ണ അധികാരം നൽകുന്ന ഒരു ബില്ലാണിത്. ആ ബില്ലിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ ബില്ലിനകത്തുള്ള പ്രൊവിഷൻ അനുസരിച്ച് ഡെസിഗ്നേറ്റഡ് അതോറിറ്റി എന്ന ഒരു പുതിയ പദവി ഈ സ്ഥാപനങ്ങളൊക്കെ വരിഞ്ഞു മുറുക്കാൻ ഒരു പുതിയ പദവി തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. അതുപോലെ അഡ്മിനിസ്ട്രേറ്റർ, ഇത് രണ്ടും, അഡ്മിനിസ്ട്രേറ്ററും ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയും വ്യക്തമായിട്ടുള്ള ഗൂഢലക്ഷ്യങ്ങളോടുകൂടിയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് പ്രസംഗിക്കുമ്പോൾ പ്രധാനമന്ത്രിയും BJPയും മറുപടി പറയേണ്ട കാര്യമാണ്, എന്തിനു വേണ്ടിയിട്ടാണ് FCRA ഭേദഗതി ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്, ആരെ ലക്ഷ്യമിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ കൊല്ലം നാളുകളായി കാണുന്നുണ്ട് വേട്ടയാടലുകൾ. അത് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ നേരെ, ജബൽപൂരിൽ വൈദികന് നേരെ, ഒഡീഷയിൽ വൈദികർക്ക് നേരെ, കന്യാസ്ത്രീകൾക്ക് നേരെ, ഉത്തരേന്ത്യയിലാകമാനം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മിഷണറി പ്രവർത്തനം നടത്തുന്നവരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യൻ പാർലമെന്റിൽ നിയമം കൊണ്ടുവന്ന് വഖഫ് ഭേദഗതി കൊണ്ടുവന്നവരാണിവർ. അന്ന് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ആ പ്രസംഗം പരിശോധിച്ചാൽ അറിയാം, ഇത് ഇപ്പൊ മുസ്ലിങ്ങളുടെ സ്വത്ത് കണ്ണുവെച്ചിട്ടാണ് ഈ നടപടി. ഇത് അവിടെ നിൽക്കില്ല. ഇത് ക്രൈസ്തവരിലേക്ക് പോകും, ഇത് സിഖുകാരിലേക്ക് പോകും, ഇത് ജൈനന്മാരിലേക്ക് പോകും, ഇത് പാവപ്പെട്ട ഹിന്ദു സമൂഹത്തിന് നേരെയും പോകും എന്നുള്ള കാര്യം സംശയമില്ല. അതുകൊണ്ട് ഈ ബില്ല്, ഇൻട്രൊഡ്യൂസ് ചെയ്ത ബില്ല് അടിയന്തരമായി പിൻവലിക്കാൻ തയ്യാറാകണം. നരേന്ദ്രമോദി കേരളത്തിലെ ജനങ്ങളോട് മറുപടി പറയേണ്ട ഉത്തരവാദിത്വമുണ്ട്.
ഈ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്ത ബില്ല് അടിയന്തരമായി പിൻവലിക്കാൻ തയ്യാറാകണം.